ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു കാറ് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ട്രാഫിക്കിൽ, അതായത് ഒരു കയറ്റത്തോടു കൂടിയ ഒരു ട്രാഫിക്കിൽ വണ്ടി നിന്നു പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ വലിയ പേടിയുണ്ടാകും. കാരണം ട്രാഫിക്കാണ്, കയറ്റമുണ്ട്, പുറകിൽ മറ്റ് വണ്ടികളുണ്ടാകും. അപ്പോൾ കയറ്റമായതുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഓഫായി പോകാനും, അതുപോലെ തന്നെ എന്നാണേലും ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത്, ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഇത് നന്നായിട്ട് വാഹനം ഓടിച്ച് ബാലൻസ് ആകുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം അവരുടെ പ്രാക്ടീസ് കൊണ്ടാണ് ആ ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഒരു ബിഗിനറിന് ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനുമായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഈ വീഡിയോ ശ്രദ്ധയോടെ ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂള് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവിംഗ് പ്രാക്ടീസ് തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ എന്തായാലും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമുണ്ട്. അവിടെ നമുക്ക് വണ്ടി എടുത്ത് നോക്കാം. അപ്പോൾ ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് നമ്മളൊരു കയറ്റത്ത് പ്രോപ്പറായിട്ട് എടുക്കുന്ന ആ സെയിം മെത്തേഡ് അല്ല ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. കയറ്റത്തെടുക്കുന്ന മെത്തേഡ് എല്ലാം ഒരേപോലെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കയറ്റത്തിന് ആനുപാതികമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ മാറ്റേണ്ടതായിട്ട് വരും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രാഫിക്കുള്ള കയറ്റത്തിൽ നമുക്ക് എങ്ങനെ വണ്ടി എടുക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാലിപ്പോൾ പൂർണ്ണമായിട്ടും ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. ഇനി ട്രാഫിക്കുള്ള കയറ്റത്തിൽ എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ അതിന് മുന്നേ തന്നെ ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഞാൻ ഇവിടെ നിരപ്പ് റോഡിലാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇത് ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ടു പോകില്ല. കാരണം എന്താണ്? നിരപ്പ് റോഡാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ കഴിയും. എന്നാൽ കയറ്റത്തോടുള്ള ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിയത്തില്ല. അപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കറക്റ്റായിട്ട് കാല് എടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് പെഡലിൽ നിന്ന് പതുക്കെ കാലയച്ച് ഏകദേശം വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഞാനിവിടെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി ഇപ്പോൾ മെല്ലെ മുന്നോട്ട് നീങ്ങുന്നു. ഫസ്റ്റ് ഗിയറിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ചെറിയൊരു കയറ്റത്തിലേക്കാണ് വരുന്നത്. ചെറിയൊരു കയറ്റമാണ്. ഞാനിത് ഇവിടെ വണ്ടി നിർത്താൻ പോവുകയാണ്. നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് ചവിട്ടുന്നു. ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടി ഞാനിത് ഇവിടെ വണ്ടി നിർത്തി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇനി ഞാൻ ഈ കയറ്റത്തെടുക്കുന്ന സമയത്ത് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്നൊന്ന് പതിയെ ഇങ്ങനെ അയക്കുകയാണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് അയക്കാം. കണ്ടോ, വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം നമ്മുടെ കാല് പ്രോപ്പറായിട്ട് ബ്രേക്ക് പെഡലേ നിൽക്കണം. ബൈക്കിലേക്ക് ഉരുണ്ടു പോകുമല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് പെഡലെ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക. ഇനി ട്രിക്ക് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ഞാൻ ഇത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഏകദേശം വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാലും, പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാലും, നമ്മൾ ബ്രേക്കിൽ നിന്നൊന്ന് കാലയക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകും. ഞാൻ ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് കൃത്യമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു അനക്കം നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ട്രാഫിക്കിലുള്ള കയറ്റത്ത് നമ്മൾ വരുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത പോയിന്റിൽ നിന്ന് പെട്ടെന്ന് അയക്കണം. ഇത് വളരെ വേഗത്തിൽ ചെയ്യണം. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കുന്നു. ഞാനിപ്പോൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് കാല് വെച്ചേക്കുന്നത്. ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേഷൻ 1-2 തവണ എടുത്തെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വെച്ചേക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി കയറ്റത്ത്, ഈ ട്രാഫിക്കുള്ള കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ എൻ്റെ വണ്ടി നിൽക്കുകയാണ്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, ഈ കയറ്റത്ത് നമ്മുടെ വണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് ഗിയർ ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ബ്രേക്കേ വെച്ചിട്ടില്ല. കണ്ടോ? അപ്പം ഇങ്ങനെ ഇപ്പോൾ ആക്സിലറേഷൻ ഞാൻ കുറച്ച് മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് ഇപ്പം നമ്മുടെ വണ്ടി നിൽക്കുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വണ്ടി, അതായത്
നമ്മളൊരു ത്രാസിൽ രണ്ട് സൈഡിലും വെയിറ്റ് ഒരേ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു ത്രാസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഒരു സൈഡിലേക്ക് ഇത് താഴുകയോ പൊങ്ങുകയോ ചെയ്യത്തില്ല, ലെവല് കറക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നതും ഒപ്പം തന്നെ ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലയച്ച ലെവലും സെയിം ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ആക്സിലറേഷൻ മുന്നോട്ട് വീണ്ടും കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കണം. പതിയെ അയക്കുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനും പാടില്ല. ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ പതുക്കെ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പം ഞാൻ ഇപ്പോഴും ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ടില്ല. ഇനി ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് അത്യാവശ്യം വണ്ടി റൺ ചെയ്യുന്ന സമയത്തായിരിക്കണം. അതായത് ആ കയറ്റത്ത് നമ്മുടെ വണ്ടി കയറി വന്നു ഉരുണ്ട് തുടങ്ങി എന്ന് കഴിയുമ്പോൾ മാത്രമേ കാലെടുക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, വണ്ടി അത്യാവശ്യം റൺ ചെയ്തു തുടങ്ങി. ഇനി ഞാൻ പതിയെ കാലെടുക്കുകയാണ്, കണ്ടോ? അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നമ്മളൊരു ട്രാഫിക് ഉള്ള കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട്. അപ്പം അതിന് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ വണ്ടി ഇപ്പം ഞാൻ ഈ കയറ്റത്ത് ഇങ്ങനെ എടുത്ത സമയത്ത് എൻ്റെ കാല് ക്ലച്ചിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു, ബ്രേക്കിലും ഉണ്ടായിരുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വണ്ടി ബാക്കിലേക്ക് റോളാകും. അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോഴും വണ്ടി പുറകോട്ട് ചെറുതായിട്ട് ഉരുണ്ടു പോകുന്നുണ്ട്. അപ്പം ആ ഉരുണ്ടു പോകൽ എന്തായാലും ഉണ്ടാകും. ചെറിയൊരു ബൈക്കിലേക്ക് റോളിംഗ് വരും. എന്നാൽ അത് ഒഴിവാക്കാൻ കഴിയും. അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുന്ന ആ സെയിം ടൈമിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു വേഗതയുണ്ട്. വളരെ വേഗത്തിൽ ആക്സിലറേഷൻ കൊടുക്കുക. എടുത്ത് നമ്മളൊരു 2-3 തവണ പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ ക്ലച്ചിലും ചെറിയൊരു കാര്യം ചെയ്യണം. അതായത് ക്ലച്ചിൻ്റെ ആ ഒരു ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഒരു തരിക്ക കാലൊന്ന് ചെറുതായിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ആക്സിലറേറ്ററിലും, അതായത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു പിടിക്കുന്ന ആക്സിലറേറ്ററിലും ക്ലച്ചിൽ നിന്ന് ഒരു കുറച്ചും കൂടെ ആ ഒരു ടൈമിൽ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയഞ്ഞതുകൊണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകാത്ത രീതിയിൽ ബ്രേക്കില്ലാതെ കയറ്റത്തെ നിർത്താൻ കഴിയും. എന്നിട്ട് വണ്ടി പിന്നെ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കുറച്ചും കൂടെ മുന്നോട്ട് കൊടുത്തിട്ട് ആ ഒരു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയച്ച പോയിന്റിൽ നിന്നും വീണ്ടും പതിയെ നമ്മൾ കാലയക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങും. അങ്ങനെ അനങ്ങി നമ്മുടെ വണ്ടി അത്യാവശ്യം മുന്നോട്ട് മൂവ് ആയതിനു ശേഷം, അതായത് അത്യാവശ്യം നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കറക്കം അത്യാവശ്യം വന്നതിന് ശേഷം മാത്രം നമ്മൾ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കുക. അപ്പം ഈ ഒരു മെത്തേഡാണ് നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ഒത്തിരി തിരക്കില്ലാത്ത ഒരു റോഡിലാണ്. കണ്ടില്ലേ, ഇവിടെയാണ് നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപകടം ഇല്ലാത്ത ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.